Hello my dear students, welcome back to Lavna's Learning Hub. In the last class, we learned how to prepare partner's capital account under fixed capital method. I hope you are revising the content of the previous class. If you missed the previous session, don't worry, the previous session links are given in the description. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിന് തുടർച്ചയായിട്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ അതിന്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. Ram and Sam are partners in a firm. As on 1st January 2019, their capital was rupees 1 lakh and 2 lakh respectively. Under the partnership agreement, Ram entitled to a salary of rupees 15,000 per annum and both the partners are entitled to 10% interest on capital. During the year, Ram withdrew rupees 10,000 and Sam withdraw rupees 15,000 respectively. During the year 2019, the firm earned a net profit of rupees 50,000 after all adjustment. They share profit and loss in the ratio 3:2. Prepare accounts of the partners. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ആസ് പെർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, 2 accounts are maintained for each partner. Partners capital account and partners current account. അപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ചെയ്യുന്ന രീതി. അത് കാണാത്തവർ ഈ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലൂടെ കയറി ആ വീഡിയോ ക്ലാസ് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ഫോർമാറ്റും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഓപ്പണിംഗ് ഡേറ്റ് 1st January 2019, ബാലൻസ് ബ്രോ ഡൗൺ 1 lakh and 2 lakh. മറ്റൊരു ഇൻഫർമേഷനും നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യുന്നു. 1 lakh rupees in Ram's account and 2 lakh rupees in Sam's capital account. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. ഫോർമാറ്റ് നമ്മൾ വിശദമായി മനസ്സിലാക്കിയതാണ്. ഓപ്പണിംഗ് കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് ഇതിലില്ല, ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട. ക്ലോസിംഗ് ഡേറ്റിൽ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നു. ടു രാം rupees 15,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% പെർ ആനം. രാമിൻ്റെ ക്യാപിറ്റൽ 1 lakh, സാമിൻ്റെ ക്യാപിറ്റൽ 2 lakh. അതിൻ്റെ 10% ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. 10,000 rupees ഇൻ രാംസ് അക്കൗണ്ട് ആൻഡ് 20,000 rupees ഇൻ സാംസ് കറൻറ്റ് അക്കൗണ്ട്. ദെൻ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം rupees 50,000 transferred to partners current account as per the profit sharing ratio. Ratio 3:2. 3:2 എന്നുള്ള റേഷ്യോയിൽ സ്ഥാപനത്തിൻ്റെ ലാഭം പാർട്ട്നേഴ്സിന് നമ്മൾ വീതിച്ചു കൊടുക്കുന്നു. സോ 30,000 rupees to Ram and 20,000 rupees to Sam. Okay. Then debit side, record the drawings. 10,000 rupees Ram and 15,000 rupees Sam. ബാക്കി ഇൻഫോർമേഷൻ ഒന്നുമില്ല. അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്തു, ബാലൻസ് ചെയ്തു. ടോട്ടൽ എമൗണ്ട് ഇൻ രാംസ് കറൻറ്റ് അക്കൗണ്ട് 55,000 ആൻഡ് ഇൻ സാംസ് കറൻറ്റ് അക്കൗണ്ട് 40,000. ക്ലോസിംഗ് ബാലൻസ് ഇൻ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് 45,000 in Ram's account and 25,000 in Sam's account. Okay.
Second problem. Nimmi and Manju entered into partnership agreement on 1st April 2018 with capital contribution of rupees 2 lakh and 4 lakh respectively. മറ്റ് കണ്ടീഷൻസ് നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ബി ഷെയർഡ് ഈക്വലി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 10%, ആനുവൽ സാലറി ടു നിമ്മി rupees 10,000, കമ്മീഷൻ ടു മഞ്ജു rupees 500 പെർ മന്ത്. മന്ത്ലി പേയ്മെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് rupees 500. നമ്മളത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 8%. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് പാര ഡ്രോയിങ്സ് ആണ്. നിമ്മി വിഡ്രോ rupees 3,000 ഓൺ November 1st, 2018 ആൻഡ് മഞ്ജു rupees 6,000 ഓൺ June 1st, 2018. ഈ സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് പ്രകാരം ഓപ്പണിംഗ് ഡേറ്റ് 1st April 2018 ആണ്. അപ്പോൾ നമുക്കിവിടെ ഡ്രോയിങ്സിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ലോൺ ഉണ്ട് 10,000 rupees. ഡേറ്റ് തന്നിരിക്കുന്നു ഓൺ January 1st, 2019 ടു ദ ഫേം. ദെൻ പ്രോഫിറ്റ് rupees 20,000. ഓക്കെ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഡേറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 lakh നിമ്മീസ് അക്കൗണ്ട്, 4 lakh മഞ്ജൂസ് അക്കൗണ്ട്. ബാലൻസ് ചെയ്തു സെയിം എമൗണ്ട്. All other informations are recorded into partner's current account. Interest on capital 20,000 to Nimmi and 40,000 to Manju. നമുക്ക് 10% അവിടെ നമ്മളോട് പറഞ്ഞതാണ്. ഇപ്പോൾ 2 lakh rupeesഉം 4 lakh rupeesഉമാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതിനനുസരിച്ച് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ സാലറി ടു നിമ്മി rupees 10,000, കമ്മീഷൻ ടു മഞ്ജു 6,000 rupees. മഞ്ജുവിൻ്റെ കമ്മീഷൻ 500 പെർ മന്താണ്, നമ്മളത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ rupees 150, 10,000 rupees. ദെൻ 3 months ആണ്. ലോൺ നൽകിയിരിക്കുന്ന തീയതി January 1st അല്ലേ? നിമ്മി സ്ഥാപനത്തിന് ലോൺ നൽകിയ തീയതി January 1st ആണ്. അപ്പോൾ January to March അവിടെ 3 months ആണ് കാലാവധി ഉള്ളത്. 3 monthsലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കാണുന്നു at 6% per annum. ഈ 6% സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം അതിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് തിയറി മനസ്സിലാക്കുക. കാണാത്തവർ ആദ്യത്തെ ക്ലാസ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. 150 rupees. ദെൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റായ 20,000 rupees ട്രാൻസ്ഫർ ചെയ്യുന്നു, ഈക്വലായി. ദെൻ ക്ലോസിംഗ് ഡേറ്റിൽ ഡ്രോയിങ്സ് 3,000 ആൻഡ് 6,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 100 ടു നിമ്മീസ് അക്കൗണ്ട് ആൻഡ് 400 ടു മഞ്ജൂസ് അക്കൗണ്ട്. ഇവിടെയും അതേപോലെ തന്നെയാണ്. 8% പെർ ആനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഡേറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് എന്നാണോ ഡ്രോയിങ്സ് എടുത്തിരിക്കുന്നത് അന്ന് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് വരെ. ഓക്കെ. ഇതിൽ ആദ്യത്തേത് എടുത്തിരിക്കുന്നത് നവംബറിലാണ്, രണ്ടാമത്തേത് ജൂണിലുമാണ്. അതിനനുസരിച്ച് ഈ മാസങ്ങൾ കണക്ക് കൂട്ടുക. അതിനുശേഷം അക്കൗണ്ട് ടോട്ടൽ ചെയ്തു, ബാലൻസ് ചെയ്തു. 37,050 ഇൻ നിമ്മീസ് കറൻറ്റ് അക്കൗണ്ട് ആൻഡ് 49,600 ഇൻ മഞ്ജൂസ് കറൻറ്റ് അക്കൗണ്ട്. ഓക്കെ. Dear students, I hope this concept, that is fixed capital method, is clear to you. We will meet in the next class. Thank you.